നമുക്കൊരു വീഡിയോ കാണാം. എനിക്ക് ഈ വീഡിയോ എൻ്റെ ഫീഡിൽ വന്നപ്പോൾ തന്നെ അറിയായിരുന്നു നിങ്ങളിൽ പല ആൾക്കാർ എനിക്കിത് സെൻഡ് ചെയ്ത് തരും എന്നുള്ളത്. എന്തായാലും നമുക്ക് ആ ഒരു സാധനം കാണാം. പിന്നെ ഈ UDFന്റെ ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. അതായത് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ. അപ്പോൾ ജാസിനെ ബസ്സിൽ കയറ്റിയിട്ട് ഫ്രീ ആയിട്ട് സൗജന്യ യാത്ര തരുമോ? പിന്നെ എന്താ, ഞാൻ സ്ത്രീയല്ല, എനിക്ക് സൗജന്യ യാത്ര വേണ്ട. പിന്നെ സൗജന്യം തന്നില്ലെങ്കിൽ ഞാൻ അവിടെ പ്രതിഷേധം ഉണ്ടാക്കും. ഞാനത് ആ ഒരു നിയമം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ ഞാൻ അടക്കും. ഉറപ്പാണ്. പിന്നെ എന്ത്, എന്നാ നമുക്ക് ബസ്സിൽ കാണാം. പിന്നെ ബസ്സിൽ കാണാം. നമുക്ക് ബസ്സിൽ എല്ലാവർക്കും കൂടി ഒരു ടൂർ പോകണം അല്ലേ രാജവത്ത? എല്ലാ പെണ്ണുങ്ങൾക്കും കൂടി ഒരു ബസ്സിൽ ഞങ്ങൾ ഗവി പോകാനുള്ള ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് എല്ലാവരും കൂടി ഗവിയിലേക്ക് പോകാം. അതാകുമ്പോൾ ഗവൺമെന്റ് വണ്ടി ഉണ്ടല്ലോ, നമുക്ക് സുഖമായിട്ട് ഗവി പോയി ഇറങ്ങിക്കൂടെ, പൈസ കൊടുക്കാണ്ട്. അത് ഞങ്ങൾ സ്ത്രീകൾ പോയിക്കോളും. ഇനിയിപ്പം അങ്ങനെ ഒരു ആനുകൂല്യം സ്ത്രീകൾക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ത്രീകള് ഗവിയിലേക്കോ എവിടേക്കാന്ന് വെച്ചാൽ ഞങ്ങൾ പോയിക്കോളും. നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീ ആവുന്നത്? നിങ്ങളടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് യൂട്രസ് ഉണ്ടോ? നിങ്ങൾക്ക് പീരിയഡ്സ് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പറ്റുമെന്നും ഞാൻ പറയുന്നില്ല. കാരണം യൂട്രസ് ഉള്ള അല്ലെങ്കിൽ ജന്മന നമ്മൾ ജനിക്കുമ്പോൾ തന്നെ സ്ത്രീകളായിട്ട് ജനിച്ച എത്രയോ ആൾക്കാർക്ക് റെഗുലർലി പീരിയഡ്സ് ആവാറില്ല. അവരെ കൊണ്ട് ചിലപ്പം ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാരണം അമ്മയാവാൻ പറ്റാത്ത എത്രയോ സ്ത്രീകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്രസ് ഉണ്ടോ നിങ്ങൾക്ക്? പോട്ടെ, ജാസിന്റെ കേസായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ആകെ കെട്ടിവെച്ച ഒരു 2 സിലിക്കോൺ ബ്രസ്റ്റ് മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ഡൗൺ സർജറി കഴിഞ്ഞതാണോ? അല്ല, ഡൗൺ സർജറി ഇനി കഴിഞ്ഞു തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീ ആവുന്നത്? ബാക്കി ആർക്കും ഈ പ്രശ്നമില്ല കേട്ടോ. ഇവരുടെ കമ്മ്യൂണിറ്റി പെട്ട വേറെ ആർക്കും ഞങ്ങളെ സ്ത്രീ ആക്കണം, സ്ത്രീ ആയിട്ട് പരിഗണിക്കണം, സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാം ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആർക്കും പ്രശ്നം. ഇവർക്ക് മാത്രമാണ് എല്ലായിടത്തും ഞാനൊരു സ്ത്രീ സ്ത്രീ സ്ത്രീ. എന്ത് സ്ത്രീ? എങ്ങനെ സ്ത്രീ? നിങ്ങളൊന്ന് അതൊന്നും എനിക്ക് കാണണം. നിങ്ങൾക്ക് ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ. സ്ത്രീകൾക്ക് കിട്ടുന്ന ഈ ആനുകൂല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കിട്ടുന്നത് നിങ്ങൾ സമരം ചെയ്തിട്ടായാലും ശരി, സത്യാഗ്രഹം കിടന്നിട്ടായാലും ശരി, സ്ത്രീകൾക്കായിട്ട് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ആനുകൂല്യം നിങ്ങൾ ഇപ്പം ഡൗൺ സർജറി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ട്രാൻസ് വുമൺ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ടിട്ടുള്ള നിങ്ങൾക്ക് സ്ത്രീകൾക്കുള്ള ആനുകൂല്യം കിട്ടുന്നത് എനിക്കൊന്ന് കാണണം. വെല്ലുവിളിയാണത്, എന്റെ വെല്ലുവിളിയാണത്. എന്നാ പിന്നെ നമ്മൾക്ക് വെറുതെയാണോ? സ്ത്രീകൾ വെറുതെയാണോ? അപ്പോ സ്ത്രീയാണത്ര സ്ത്രീ. ബാക്കിയുള്ള എനിക്ക് ഈ കമ്മ്യൂണിറ്റി പെട്ട ഏകദേശം ആൾക്കാരും അവർ പറയുന്നത് ഞങ്ങൾ ട്രാൻസ് വുമൺ ആയിട്ടോ അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരായിട്ടോ അങ്ങനെ പരിഗണിച്ചാൽ മതി എന്നുള്ളതാണ്. നിങ്ങൾക്ക് മാത്രം അങ്ങനെ പറ്റില്ല. നിങ്ങൾക്ക് മാത്രം പൂർണ്ണതയുള്ള സ്ത്രീ ആയിട്ട് നിങ്ങൾ എല്ലാവരും പരിഗണിക്കണം. നടക്കൂല. നിങ്ങളുടെ തലകുത്തി പറഞ്ഞാലും ശരി, നടക്കൂല. കേട്ടില്ലേ? എന്നാ ഗവിക്ക് അങ്ങോട്ട് ടൂറുണ്ടാക്കാനായിട്ട് അങ്ങോട്ട് ഗവിക്ക് സ്ത്രീയാന്ന് പോലും സ്ത്രീ. യൂട്രസ് ഒന്നുമില്ലല്ലോ നിങ്ങൾക്ക്? ഉണ്ടോ? ചിരി.